ഹലോ ഗായ്സ്, കുറേ നാളൊക്കെ ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അതാ ശരിയാക്കാം. ഒരു ഹായ് പറഞ്ഞേ. ചെറുക്കനെ റെഡിയാക്കി നമ്മൾ നേരെ ചെറുക്കനെ കൊണ്ടാക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടൊക്കെ പറയുന്നുണ്ട് കാര്യമായിട്ട്. അങ്ങനെ ചെറുക്കനെ കൊണ്ടാക്കി വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലുള്ള കുറേ നാളുകൊണ്ട് ഈ ബിഗ് ബോസ് ഹൗസിലാണ് എൻ്റെ താമസം. ഏകദേശം 2 മാസമാവും. ചെറുക്കനെ കൊണ്ടാക്കി കഴിഞ്ഞ അടുത്ത പരിപാടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട്. അതൊന്ന് സെറ്റാക്കി എടുക്കണം. ദോശ ചുട്ട് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ കറി സെറ്റാക്കാൻ. ചിക്കൻ കറി കയ്യിരിപ്പുണ്ട്. അതിന് കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഒരു ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അത് അങ്ങനെ നമ്മൾ ചിക്കൻ കറി എടുത്ത് മാറ്റി എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പിലയും സവാള ഇട്ട് വഴറ്റി സവാള ഇതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് തക്കാളിയും ഇട്ട് പിന്നെ അതൊന്ന് ഒരുവിധം സെറ്റായി വന്നപ്പോഴത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് അത് കുറച്ചൊന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ കറി എടുത്ത് അതിനകത്തിട്ട് നമ്മളിങ്ങനെ ചായ ഇട്ട് കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു മെസ്സേജ് പോകുകയാണ്. ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. പിന്നെ നമ്മൾ ദോശ ചിക്കൻ കറിയൊക്കെ കഴിച്ച് അരി കഴുകി അടുപ്പത്തിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എക്സസൈസ് ചെയ്യണം. ഏകദേശം ഒരു 10-10:30 കഴിഞ്ഞപ്പോഴത്തെ എക്സസൈസ് തുടങ്ങി. 2 ആഴ്ച ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരു 6 ദിവസം വീട്ടിലും 1 ദിവസം അവിടെ പോയി ചെയ്യേണ്ട രീതിയായി. ഇപ്പം ഇതൊരു 1.5 മാസം കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്ത് ഒരുവിധം സ്ട്രെങ്ത് ആയെങ്കിൽ മാത്രമേ ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. ജോഗിങ്, റണ്ണിങ്ങും പിന്നെ അല്ലാത്ത എക്സസൈസ് എല്ലാം ഇത് റെഡിയാവുമെന്നാണ് വിശ്വാസം. ഇല്ലെങ്കിൽ പിന്നെ സർജറി ചെയ്യണം. റെഡിയാവുമെന്ന് തോന്നുന്നു. എക്സസൈസ് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു. ചെയ്ത് തീരുമ്പോൾ ഒരു സമയമാകും. ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം ഇനി കറി സെറ്റ് ചെയ്യാൻ. ഇനി ഇതിപ്പോൾ ആങ്കിളിൻ്റെയാണ്. ആങ്കിളിൻ്റെ വർക്കൗട്ട് ഞാൻ അവിടെ അവിടെ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ചെയ്ത് ഇന്നത്തെ ദിവസം കരഞ്ഞു പോയി. അരിഞ്ഞരിഞ്ഞരിഞ്ഞെൻ്റെ കണ്ണിൽ വെള്ളമാണ്. പിന്നെ രാവിലത്തെ ചിക്കൻ കറിയിലെ ചരുവോ എന്തോന്ന് ഉരുളി എന്നൊക്കെ പറയുന്നത് തോന്നുന്നു. ഉരുളിയിലാണ് ഇന്നത്തെ പ്രയോഗം. അടുപ്പം കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പരിപാടി തുടങ്ങി. കടുക് വറുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇട്ട് ഒന്ന് സെറ്റാക്കി സവാള ഇട്ട് ഞാനൊന്ന് വെറൈറ്റി ട്രൈ ചെയ്തതാണ്. അവസാനം എന്തരായെന്ന് ഞാൻ പറയാം. തക്കാളി ഇട്ട് എല്ലാ സമയവും ഒന്ന് സെറ്റായി പൊടികളൊക്കെ ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഒരു ഇതൊന്ന് സെറ്റായി. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അതിന് ശേഷമാണ് ഞാൻ പോയി മീൻ നോക്കുന്നത്. എന്തൊരു മീനൊന്ന് ഉപ്പെല്ലാം ഇട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് മീൻ നോക്കി. ഇതെന്തൊരു മീനെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ അത് കട്ട് ചെയ്തെടുത്ത് അതിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വരഞ്ഞ് ഇത്തിരി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് എടുത്ത് ഫ്രീസറിൽ വെച്ച് അതിൻ്റെ ഇടയിലാണ് എൻ്റെ കൈയും പൊള്ളി കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് മീനെല്ലാം പൊരിക്കാൻ വെച്ചതിന് ശേഷം കറി എന്തൊരു പറയാൻ കഴിയും. എനിക്ക് ഇത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഫ്ലോപ്പായിരുന്നു. പിന്നെ ഫിഷ് ഓയിലും കൊളാജനും കഴിച്ച് നേരെ ചെറുക്കനെ വിളിക്കാൻ പോയി.
തുറക്കാൻ ചാവി തന്നേ പറ്റൂ, ഞാൻ തന്നെ തുറക്കുമെന്ന് പറഞ്ഞു. തുറക്കടാ. പിന്നെ എന്തിനാ മേടിച്ചത് താങ്കൾ? അവൻ പിന്നെ വന്ന് അവന് ടാബ് എടുക്കും. ഇനി ചായയൊക്കെ ഇട്ട് സെറ്റാവണം. ഇനി ഒരു സെറ്റ് എക്സസൈസ് കൂടിയുണ്ട്. ചായയൊക്കെ ഇട്ട് റെഡിയാക്കി ചേച്ചി കടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എക്സസൈസ് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഇന്ത്യയുടെ കളിയുണ്ട്, എല്ലാം കാണണം. അപ്പം ശരി ഗൈസ്, നാളെ കാണാം.